ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡെക്കർ ഐറ്റമാണ്. ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. ഇതിനാവശ്യമായിട്ട് കുറച്ച് പേപ്പർ ട്യൂബുകളാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ന്യൂസ് പേപ്പർ വീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ റീഫിലറോ ഈർക്കിലോ ഉപയോഗിച്ച് റോൾ ചെയ്ത് ഫെവിക്കോൾ ഉപയോഗിച്ച് ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇതുപോലെ കുറേ പേപ്പർ ട്യൂബുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ഏതെങ്കിലും ക്രാഫ്റ്റുകൾക്ക് ഇത് ഉപയോഗിക്കാം. ഞാൻ ഇനി ഇതിന് പേപ്പർ ട്യൂബിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും വീതിയിൽ നമുക്ക് വേണ്ട, കുറച്ച് വീതി മതി. അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം അവസാനം ആ ഒരു പേപ്പർ ട്യൂബിൻ്റെ ഓരോ എൻഡ് പോർഷൻസിലും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒരു നീറ്റും ക്ലീനും ലുക്കിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഞാൻ ഓരോ പേപ്പർ ട്യൂബുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ആദ്യം 7 എണ്ണം ഇതുപോലെ നിരത്തി വെക്കുക, കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിരത്തി വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ വീണ്ടും 7 എണ്ണം കൂടി ഞാൻ എടുത്ത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈസിലി അത് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഗ്ലൂ ഗണ്ണിൻ്റെ ഫെവിബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫെവിക്കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. നിങ്ങളിത് ഓരോന്നിൻ്റെ മണ്ടയിൽ ഓരോന്ന് ഒട്ടിച്ച് വെക്കുമ്പോൾ ആ കൈ കൊണ്ടൊന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ആ നല്ല രീതിയിലൊന്ന് ഒട്ടിക്കിട്ടും. എന്നിട്ട് ഇത് ഉണങ്ങാൻ അധികം വലിയ സമയമൊന്നും എടുക്കത്തില്ല. ഫെവിക്കോൾ പേപ്പറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിക്കിട്ടും. അതുപോലെ തന്നെ ഈ ചാനൽ ആരും കാണാതെ പോകരുത്. കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനകത്ത് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസും ബോട്ടിൽസും ഒക്കെ വരുന്നുണ്ട്. കുറേ ബോട്ടിൽ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ടൊക്കെയുള്ള കുറേ ബോട്ടിൽ ആർട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നമുക്ക് ഈ ഒരു ട്യൂബ് നമുക്കിനി ഉണക്കാൻ വെക്കാം. ഇതെല്ലാം ഒന്ന് ഉണക്കാൻ വെക്കാം. ആ ഉണക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ എഗ് ട്രേ എടുക്കാം. എഗ്ഗ് മേടിക്കുമ്പോൾ നമുക്ക് മുട്ട മേടിക്കുമ്പോൾ ഒരുപാട് ട്രേ നമുക്ക് ഇതുപോലെ കിട്ടാറില്ല. അതിനി കളയണ്ട. ഇതുപോലെ നമുക്ക് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഒരു പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മേൽഭാഗമൊക്കെ വെട്ടി ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് എടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്കൊരു സർക്കിൾ ഷേപ്പിൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടണം. ആ രൂപത്തിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഓരോ പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ഇതളുകൾ, അതായത് ആ ഫ്ലവറിൻ്റെ ഓരോ ഇതളുകളും നമുക്ക് ചെയ്തെടുക്കാം. അതൊന്ന് നൂത്തതിന് ശേഷം ഞാൻ ഒരു ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ്. അതായത് അതിൻ്റെ ഓരോ ഷേപ്പും ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിൽ ചെയ്തെടുത്ത് കൊടുത്തിട്ട് ഞാൻ അതിന് ഓരോന്നും ഇതുപോലെ യെല്ലോ കളർ വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. കളർ കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു ഇതിൻ്റെ ആ ഒരു എൻഡ് പോർഷൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു ഡിസൈനുള്ള ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുക്കുക. അതിൻ്റെ ആ ഒരു മറ്റേ പോർഷൻസ് എടുത്ത് കളഞ്ഞിട്ട് ഈ ഡിസൈൻ വരുന്ന ഭാഗം നമ്മൾ ലീഫാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഒരു ലീഫ് ഞാൻ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ ഒന്ന് ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ മണ്ടയിലൊന്ന് വെച്ച് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇനി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ ഒരു പേപ്പർ ട്യൂബുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഡെക്കർ നമ്മൾ ഇതുപോലെ ഓരോ ഷേപ്പിൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെവലാക്കി. ഇനി ഞാനിവിടെ ഫ്ലവേഴ്സിനെല്ലാം യെല്ലോ കളറാണ് കൊടുത്തല്ലോ. അപ്പം അതിൻ്റെ ഓരോ അറ്റത്തും ഞാൻ ഓറഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓറഞ്ച് കളർ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. ലീഫിന് ഞാൻ ലൈറ്റ് ഗ്രീൻ ആണ് കൊടുക്കുന്നത്.
എന്നിട്ട് ഇതെല്ലാം ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ലേ, എല്ലാവരും അവസാനം വരെ ഒന്ന് ഇരുന്ന് കാണണേ. ഞാനിവിടെ കറുത്ത ഡോട്ട് ഇട്ട് കൊടുക്കണം. എനിക്ക് അങ്ങനെ കണ്ടിട്ട് ആദ്യം ഭംഗി തോന്നാത്തതുകൊണ്ട് സെൻറ്റർ ഭാഗത്ത് മാത്രം കറുത്ത ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.